ഹലോ എവ്രിവൺ, വെൽക്കം. എല്ലാവർക്കും സ്വാഗതം. ട്രെയിനേഴ്സ് ടോക്കിന്റെ 11ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. പിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിൻ ദ ട്രെയിനർ, ആ കോഴ്സ് പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ പ്രസന്റേഴ്സ് ആയിട്ട് കടന്നു വരുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ടോക്കാണ് ഇന്ന് നടത്തുന്നത്. ഇന്നത്തെ ടോക്ക് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ട്രെയിനേഴ്സ് ബാച്ചിലെ 9ാമത്തെ ബാച്ചിൽ നിന്നുള്ള സുലൈമാൻ അരിയിലാണ്. സോ ഹൗ ടു മേക്ക് കോൺഫിഡൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് സുലൈമാൻ സാറ് വിഷയം അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊരു വിഷയത്തിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, ആത്മവിശ്വാസം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പലതിൽ നിന്നും നമുക്ക് പിന്മാറേണ്ടി വരും. അതല്ലെങ്കിൽ പലതിലേക്കും കാലെടുത്ത് വെക്കാൻ നമുക്ക് കഴിയാതെ പോകും. ലൈഫിൽ നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള പ്രയാസങ്ങൾ രൂപപ്പെടും. സോ ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ സുലൈമാൻ സാറ് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ സുലൈമാൻ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുലൈമാൻ സാറിനെ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതെ, ഓഡിബിൾ ആണ്. സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് അരിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സുലൈമാൻ. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാറിന്റെ TT 9th ബാച്ചിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡന്റ് കൂടിയാണ്. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ ഫർസാന സന്ധു എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വേൾഡിൽ വെയിറ്റ് ചെയ്യണേ. ഓക്കെ. ഫർസാന സന്ധു എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ലോക വിശ്വസുന്ദരി പട്ടം ലഭിച്ചിരുന്നു. ആ സ്ത്രീയോട് ആ ജൂറി അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. 177 രത്നങ്ങൾ പതിച്ച കിരീടമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചത്. അപ്പോൾ അവിടുന്ന് ആ സ്ത്രീയോട് ജൂറി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇന്നത്തെ യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ആ സന്ധു പറയുകയുണ്ടായി, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അഥവാ കോൺഫിഡൻസ് ഇല്ലായ്മ, ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഇന്നത്തെ ലോകത്ത് യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത്. നമുക്ക് പലർക്കും കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. കാരണം നമുക്ക് നമ്മുടെ പാരന്റ്സ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്താണ് കോൺഫിഡൻസ് എന്നത്. കോൺഫിഡൻസ് എന്താണെന്നുള്ളത് അധ്യാപകർ, ടീച്ചേഴ്സ്, സ്കൂളിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നില്ല, പറഞ്ഞു തന്നില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും മൈനസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒന്നും. നാം മനസ്സിലാക്കേണ്ടത്, കോൺഫിഡൻസ് എന്നത് ചിലർക്ക് മാത്രം ദൈവം കൊടുത്തതല്ല. ജന്മസിദ്ധമായിട്ട് ഒരു മനുഷ്യർക്ക് കിട്ടിയ സ്കില്ലല്ല കോൺഫിഡൻസ് എന്നത്. ലേണബിൾ സ്കില്ലാണ്. കോൺഫിഡൻസ് ഒരു ലേണബിൾ, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. നമുക്ക് ചില മനുഷ്യരെ കാണുമ്പോൾ തോന്നും ഹീസ് എ ഗിഫ്റ്റഡ് ഫ്രം ഗോഡ്, അഥവാ അദ്ദേഹം ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റഡ് ആണ് എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല. അയാൾ ഇയേഴ്സിന്റെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ആ നിലയിലേക്ക് എത്തിയത്. കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. അതേപോലെ നമുക്കും എന്ത് ചെയ്യണം? നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ലൈഫ് ഈസ് ഈക്വൽ ടു കോൺഫിഡൻസ്. ലൈഫിൽ നിങ്ങൾക്ക് എന്ത് എബിലിറ്റീസ് ഉണ്ടായിട്ടും എന്ത് കഴിവുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ, നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് പല അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ
ടീച്ചർ പറയാറുണ്ട്, ഇതാരാണ് നിന്നിട്ടൊന്ന് വായിക്കുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ അറിയാം, എന്നാലും നമ്മൾ എഴുന്നേൽക്കില്ല. കാരണം എന്താ? ഭയം, ഫിയർ. കോൺഫിഡൻസ് ഇല്ലാത്ത മനുഷ്യരുടെ ഒരടയാളമാണ് ഫിയർ, ഭയം. ഞാൻ പറയട്ടെ, ഈ സെഷൻ വരെ എടുക്കാൻ മടിയുള്ള ചില ആൾക്കാരുണ്ടാവും. എടുക്കാൻ നന്നായിട്ട് അറിയുന്നവരായിരിക്കും, പക്ഷെ ഫിയർ കാരണം എടുക്കാത്തവരുണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നല്. അതേപോലെ തന്നെ ഇന്ന് 18 മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും. ഒരുപാട് അവരോട് ചോദിച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ഇന്ന ഐഡിയകൾ ഉണ്ട്, അത് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം എന്താണ്? ആരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. കുറെ ഐഡിയകളുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇന്ന് മനുഷ്യര് ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് ചെയ്യൂല, ഒരു പേടി കാരണം. ദാറ്റ് ഇസ് എ ഫിയർ. അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പണ്ട് മുതലേ നമ്മുടെ പാരന്റ്സിൽ നിന്നൊക്കെ കേട്ടൊരു വാക്കുണ്ട്. ഫിയർ നമ്മുടെ മനസ്സിൽ ഇട്ട് തന്നതായിരുന്നു. സ്റ്റെപ്പ് കയറരുത്, വീണു പോകും എന്നൊരു ഫിയർ ആയിരുന്നു. മരത്തിൽ കയറരുത്, വീണു പോകും എന്നുള്ളത് ഒരു ഫിയർ. എക്സാം എഴുതുമ്പോൾ തോറ്റു പോകും എന്നുള്ള ഫിയർ ആദ്യമേ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ പാരന്റ്സിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കിട്ടിയ ഒരു സാധനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഇപ്പോഴും ആ ഫിയർ വെച്ചിട്ട് പോകുന്നത്. അതേപോലെ കോൺഫിഡൻസ് ഇല്ലാത്ത മറ്റൊരു മനുഷ്യരുടെ ഒരു അടയാളമാണ് എന്താണ്, നമ്മുടെ സൊസൈറ്റി എന്താ ഇങ്ങനെ, നമ്മുടെ ഗവൺമെന്റ് എന്താ ഇങ്ങനെ, നമ്മുടെ സാർ എന്താ ഇങ്ങനെ, നമ്മുടെ സ്കൂൾ എന്താ ഇങ്ങനെ. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഞാൻ എന്തേ ഇങ്ങനെ ചോദിച്ചോക്ക്. അപ്പൊ തിരിയും നിങ്ങളുടെ പ്രശ്നങ്ങൾ. എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, നീ മാത്രം ചേഞ്ച് ആയാൽ മതി, ബാക്കിയുള്ളതൊക്കെ ചേഞ്ച് ആയിക്കോളും. അവിടെയൊക്കെ ഈ കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. കോൺഫിഡൻസ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതുപോലെ ലേണബിൾ സ്കില്ലാണ്. അത് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അതിനൊരു 5 സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. 5 സീക്രട്ട്. അതിൽ ഒന്നാമത്തേത് ചേഞ്ച് യുവർ ഫിസിയോളജി എന്നതാണ്. ശരീരഭാഷ മാറ്റുക. ഒന്നാമത്തെ സീക്രട്ടാണ് ചേഞ്ച് യുവർ ഫിസിയോളജി. ശരീരഭാഷ മാറ്റുക. നിങ്ങൾ നിൽക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, ഇരിക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. സ്മൈൽ വിത്ത് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ചിരിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് വിത്ത് ചിരിയായിരിക്കണം. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയ ചില സെലിബ്രിറ്റികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നുള്ള സെലിബ്രിറ്റികളല്ലേ, അവര് എന്തൊക്കെയോ ആണ്, എന്നാലും എഡ്യൂക്കേറ്റഡ് ആയി. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കുള്ളൊരു ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവുന്നില്ലേ? അതാണ്. കൃത്യമായ ഇരുത്തമായിരിക്കണം, സ്റ്റാൻഡ് കൃത്യമായിരിക്കണം, സ്മൈല് കൃത്യമായിരിക്കണം. അതന്നെയാണ് കോൺഫിഡൻസിന് ഏറ്റവും നല്ല വഴി. അത് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം. മറ്റൊന്നാണ് പവർ പോസ്റ്റർ എന്ന് പറഞ്ഞാല് ഈ സൂപ്പർ ഹീറോസ് നിൽക്കുന്നുണ്ട്. ഈ സ്പൈഡർമാന്, അയൺമാന്, അവരൊക്കെ നിൽക്കുന്ന ഒരു നൃത്തം കണ്ടിരുന്നോ? ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഫുട്ബോൾ താരം റൊണാൾഡോ പൊതുവെ നിൽക്കുന്ന ഒരു സെലിബ്രേഷന് പുറമെ മറ്റൊരു സെലിബ്രേഷൻ നിൽക്കാറുണ്ട്, ഈ നടുവിനൊക്കെ ഒരു കൈ കൊടുത്തിട്ടുള്ളത്. പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെ ഒരു 10 മിനിറ്റ് ഒക്കെ, ഒരു 10 സെക്കൻഡ്, 1 മിനിറ്റ് ഒക്കെ നിൽക്കുന്നവർക്ക് ടെൻഷൻ കുറയുന്നു എന്നുള്ള ഒരു പഠനങ്ങൾ പറയുന്നതായിട്ടുണ്ട്. മറ്റൊന്നാണ് പവർ മൂവ്. നമ്മള് കുട്ടികൾ കളിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു വാമപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതെന്തിനാണ്? നമ്മളെ മൈൻഡിലേക്ക് നൽകുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മളുടെ കൂടുതലായിട്ട് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം പിന്നീട് വെച്ച ഒരു എനർജിയെ ഇപ്പൊ തന്നെ നമ്മൾ എന്താക്കണം? എടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ വാമപ്പ് ചെയ്യുക എന്നുള്ളത്. പവർ മൂവിന്റെ ഒരു കഥ പറയുന്നതാണെങ്കിൽ, ട്രാൻസ് മൂവിയിൽ ഫഹദ് സാറ് കാണിക്കുന്ന ഒരു ക്ലാപ്പ് ഉണ്ട്, സൗണ്ട് ഇല്ലാത്ത ഒരു ക്ലാപ്പ്. അതൊരു പവർ മൂവ് ആണ്. ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യും. നമ്മുടെ അടി മുതൽ മേലെ വരെ ഒരു വേറെ തന്നെ ഒരു ഫീല്. ഞാൻ ഇന്ന് അത് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നതും. ഞാൻ എന്റെ പല ക്ലാസ്സുകളിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് വരാറുള്ളത്. അപ്പോ ആദ്യത്തെ സീക്രട്ട് ആണ് ചേഞ്ച് യുവർ ഫിസിയോളജി എന്നത്. രണ്ടാമത്തെ സീക്രട്ട് സെലിബ്രേറ്റ് സ്മോൾ വിൻ. നിങ്ങളുടെ ചെറിയ ചെറിയ സക്സസുകളൊക്കെ നിങ്ങൾ ആഘോഷിക്കുക എന്നതാണ്. ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഒരു വേദിയിൽ വെച്ചിട്ട് ഒരു കോമഡി പറയുകയുണ്ടായി. കോമഡി പറഞ്ഞപ്പോൾ അതിലുള്ള മുഴുവൻ ആൾക്കാരും ചിരിച്ചു. അതേ കോമഡി റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി ആൾ മാത്രമേ ചിരിച്ചുള്ളൂ. മൂന്നാമത് അതേ കോമഡി വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കുറച്ചാളുകൾ, നാലാമതും കൂടി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ആരും ചിരിച്ചില്ല. അതെന്തുകൊണ്ടാണ്? ഒരേ കോമഡി റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തില്ല, മനുഷ്യർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല എന്നതാണ്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ നേരെ വ്യത്യസ്തമാണ്. സങ്കടങ്ങൾ, വിഷമങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ. നമുക്കൊരു സങ്കടം ഉണ്ടായാൽ, നമ്മുടെ ഒരു ക്ലാസ് കൊളായാൽ, ക്ലാസ് എടുത്ത് ആകെ പതറിപ്പോയി പേടിച്ചിരുന്നാൽ അതോർത്തിട്ട് ദിവസങ്ങളോളം നമ്മൾ വിഷമിച്ചിരിക്കും. നമുക്കുണ്ടായ ഒരു തെറ്റിനെ, ഒരു സങ്കടം, ഒരു വിഷമത്തെ ഓർത്തിട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ വിഷമിച്ചിരിക്കും. അത് ഒരിക്കലും മാറില്ല. പക്ഷെ നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ആഘോഷിക്കുകയുമില്ല. ഒരു 10 ചാപ്റ്റർ ഉള്ളതായ ഒരു ബുക്ക്, അതിൽ നിങ്ങൾ 9 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച്, പഠിക്കാത്ത ഒരു ചാപ്റ്ററിനെ കുറിച്ച് വിഷമിച്ചിരിക്കുന്നവരായിരിക്കും നാം. അതെ, എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. 10 ചാപ്റ്റർ ഉള്ള ഒരു ബുക്കാണെങ്കിലും അതിൽ നിന്ന് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ എക്സ്പേർട്ടാണ്, ഞാൻ അതിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം, അത് നമ്മൾ ആഘോഷിക്കണം. അപ്പോഴാണ് നമുക്ക് അടുത്തത് പഠിക്കുവാനുള്ള ടെൻഡൻസി കൂടി വരിക. നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ചിരിക്കരുത്. ഇല്ലാത്ത ഒന്നിനെ നമ്മൾ എന്താക്കരുത്, ടെൻഷൻ അടിച്ചിരിക്കരുത്. നമ്മൾ ലോ ഓഫ് റിയലിസം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. നമ്മൾ റിയലിസത്തിൽ ബിലീവ് ഇൻ റിയലിസത്തിൽ വിശ്വസിച്ചിരിക്കണം. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക, എന്നിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നതാണ്. അവിടെയാണ് കോൺഫിഡൻസും നമുക്ക് കൂടി വരിക എന്നത്. മൂന്നാമത്തേത് ഡെപ്പോസിറ്റ് പോസിറ്റീവ് തോട്ട് ഇൻ യുവർ മൈൻഡ് ബാങ്ക് എന്നതാണ്. മൂന്നാമത്തെ സീക്രട്ട് ഡെപ്പോസിറ്റ് പോസിറ്റീവ് തോട്ട് ഇൻ യുവർ മൈൻഡ് ബാങ്ക്. നാം മനസ്സിലാക്കേണ്ടത്, നമുക്കുള്ളിൽ ഒരു മൈൻഡ് ബാങ്ക് ഉണ്ട്. ഏതൊരു കാര്യവും, നമ്മൾ ജനിച്ച മുതലുള്ള ഏകദേശ കാര്യങ്ങളും അവിടെ സ്റ്റോറേജ് ആയിരിക്കും. നിങ്ങൾ ഇന്ന് എന്റെ ക്ലാസ് ഒരിക്കൽ, ഇന്ന് ഞാൻ സുലൈമാൻ, ഞാൻ ഇന്ന് ക്ലാസ് എടുത്ത്, എന്റെ അതേ ക്ലാസ് ഇനി അടുത്ത ആഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ അറ്റൻഡ് ചെയ്തവർക്ക് പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം എന്നെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് തോട്ടായിരിക്കും ഇഷ്ടപ്പെടാത്തവരുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഇഷ്ടപ്പെട്ടവർക്ക് പോസിറ്റീവായ തോട്ടുകളായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഏതൊരു കാര്യവും. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മ പറയുന്നത് മിക്കവാറും പല ആക്സിഡന്റ് കേസുകളായിരിക്കും. ഉമ്മയും പറയുന്നത് പല ആക്സിഡന്റുകൾ, 10 വർഷം മുമ്പ് നടന്ന വീണ കഥ, പലരും ആക്സിഡന്റ് ആയ കഥകളായിരിക്കും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇത് എവിടുന്നാ പഠിച്ചോനെ വരുന്നത്. അത്രയും നമ്മൾ പോലും മറന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉമ്മ ഓർത്തു വെച്ചിട്ടുണ്ടാവും. കാരണം ഉമ്മാന്റെ മൈൻഡിൽ അത് നെഗറ്റീവായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഉപ്പാന്റെ മനസ്സിൽ അത് നേരെ തിരിച്ചിട്ടുണ്ടാവാറുണ്ട്, പോസിറ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ഉപ്പാക്ക് അറിയാം ഡ്രൈവിംഗ് പഠിക്കേണ്ടതാണ്, അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളതായ പോസിറ്റീവായ തോട്ടായിരിക്കും ഉപ്പാന്റെ ഇതിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതിനെ കാണുന്നത് അതുപോലെ കാണുക. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുക. അപ്പോ നമുക്ക് അതിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ മൂന്നാമത്തേതാണ് ഡെപ്പോസിറ്റ് പോസിറ്റീവ് തോട്ട് ഇൻ യുവർ മൈൻഡ് ബാങ്ക്. നമ്മുടെ കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. നമുക്ക് സ്റ്റാറ്റിക്സ് ഓഫ് മൈൻഡ് സെറ്റ് 3 എണ്ണമാണ്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്, മൂന്നാമത്തേത് ന്യൂട്രൽ എന്നതാണ്. ഏതൊക്കെ? പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ. എന്നാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് മൈൻഡിലാണ് ഉണ്ടാവുക എന്നതറിയോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം എന്ന് തോന്നുന്നത്.
അതുകൊണ്ടാണ് എഡ്യൂക്കേറ്റഡ് ആയ സക്സസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും പറയുന്നത് രാവിലെ എഴുന്നേറ്റപാട് ബുക്ക് വായിക്കുക, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, മറ്റ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ന്യൂട്രൽ മൈൻഡ് സെറ്റിലേക്ക് മാറും. നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്രൽ മൈൻഡ് സെറ്റിലേക്ക് മാറും. ന്യൂട്രൽ മൈൻഡ് സെറ്റിൽ നിന്നും പുതിയൊരു ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറും. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും രാവിലെ എഴുന്നേറ്റിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലും നല്ലൊരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. അത് തന്നെയാണ് കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള മറ്റൊരു വഴി. ഒരു കാര്യത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നത്. നാലാമത്തെ സീക്രട്ട്, 5 സീക്രട്ടുകളാണ് പറഞ്ഞത്. നാലാമത്തെ സീക്രട്ട്, ടേക്ക് ആക്ഷൻ വിത്ത് കോൺഫിഡൻറ്റ്ലി. കോൺഫിഡൻസോട് കൂടെ ഒരു കാര്യത്തെ ആക്ഷൻ എടുക്കുക എന്നത്. എപ്പം പറയാറുണ്ട് ഒരു കാര്യത്തെ ആക്ഷൻ എടുക്കുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നത്. ഞാൻ ഈ ചില റീൽസുകൾ കാണാറുണ്ട്. ചില റീൽസുകൾ കാണുമ്പോൾ ചില വിദ്യാർത്ഥികൾ, ചില കുട്ടികൾ പാട്ട് പാടുന്ന ചില റീൽസുകൾ കാണാറുണ്ട്. ചിലപ്പോ എനിക്ക് എന്തോ വിഷമാവില്ല, ഇവൻ എങ്ങനെ ഇത് പാടുന്നു എന്നുള്ളത്. ഓനോട് ചോദിക്കാൻ, ഓനെ നേരിട്ട് കണ്ടാൽ ഞാൻ ചോദിക്കും, നിന്നേക്കാളും നല്ല വൃത്തിക്ക് ഞാൻ പാടുമല്ലോ എന്ന് ഞാൻ ചോദിക്കും. എന്നിട്ടും ഞാൻ പാടിയില്ല. കാരണം എന്തായിരുന്നു? എനിക്കുള്ളിലുള്ള ഒരു ഭയമായിരുന്നു, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നീട് അവൻ അതിനെ ഓന്റെ കയ്യിലുള്ള 5% അതിനെ അവൻ ആക്ഷൻ എടുത്ത് അത് നല്ലൊരു നിലയിലേക്ക് അവൻ എത്തിച്ചു. അതാണ് നമ്മുടെ കഴിവ്. നിങ്ങൾക്ക് പല കഴിവുകളും ഇല്ലേ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പല അവസരങ്ങളും ഇല്ലേ? ഈ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ. എന്ത് വലിയ വാല്യൂ, ലൈഫിന്റെ വാല്യൂ തന്നെ ഈ കോൺഫിഡൻസിലാണ് കിടക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാള്, അഥവാ ഈ ക്ലാസ് എടുക്കണം എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യൻ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അഥവാ എന്നോട് ഈ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ ഫെയ്സൽ സാറ് കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് തോന്നുന്നത്. അപ്പൊ എന്താ പറയാ, സാറ് ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്ന് നോക്കുക, എന്നിട്ട് അതുപോലെ നമ്മൾ ചെയ്യുക. നമുക്കൊരു പ്രശ്നം വന്നാല് ഒരു കോൺഫിഡൻസ് ഉള്ള ആള് എങ്ങനെ ആ പ്രശ്നത്തെ ഡീൽ ചെയ്യും എന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഡീൽ ചെയ്യുക. എല്ലാം നമ്മളെ പോലെ തന്നെ ആവണം എന്നതല്ല, മറ്റൊരാളുടെ കോപ്പി അടിക്കുക. കാരണം ഈ വാട്സപ്പ്, സൂമും ഒക്കെ നമ്മൾ കോപ്പി അടിച്ച ഒരു സാധനമാണ്. അതേപോലെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ തന്നെ കോപ്പി അടിക്കുക. കോൺഫിഡൻസിനെ നമുക്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യണം. അപ്പം നാലാമത്തത് ടേക്ക് ആക്ഷൻ വിത്ത് കോൺഫിഡൻറ്റ്ലി എന്നതാണ്. ഇനി അഞ്ചാമത്തേത് 5 സീക്രട്ട് ആണ് പറഞ്ഞത്. അതിൽ അഞ്ചാമത്തേത് കോൺഫിഡൻസ് കംസ് ഫ്രം കോമ്പിറ്റൻസ് എന്നതാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ ഏറ്റവും കഴിവുള്ളത് അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയുമെങ്കിൽ അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. എനിക്ക് വണ്ടി എടുക്കാൻ നന്നായിട്ട് അറിയാം, എനിക്ക് അതിൽ നന്നായി ഏത് റൂട്ടിലേ വേണമെങ്കിലും ഞാൻ വണ്ടി എടുക്കും. അത് കാരണം എനിക്ക് അതിൽ നന്നായിട്ട് കഴിവുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊക്കെ ഒരു കഴിവില്ലേ? ഏതോ ഒരു കാര്യത്തിൽ നന്നായിട്ട് ഒരു കഴിവില്ലേ? ഉണ്ട്. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതാണോ? അല്ല. ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട്, ഒരുപാട് ഇയേഴ്സിന്റെ എഫേർട്ട് എടുത്തിട്ടാണ് ആ കഴിവിലേക്ക്, ആ കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തിച്ചത്. അതേപോലെ അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണോ? നിങ്ങളുടെ കഴിവ് കൂട്ടുക. നിങ്ങൾക്ക് ഏതിലാണോ കോൺഫിഡൻസ് വേണ്ടത് അതിൽ നന്നായിട്ട് കഴിവ് കൂട്ടുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാല് കുറിച്ച് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യലല്ല. നിങ്ങൾക്കിപ്പം ക്ലാസ്സിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസിങ് മാത്രമേ അറിയൂ, നിങ്ങളെ പരിചയപ്പെടുത്താൻ മാത്രമേ നിങ്ങൾക്ക് അറിയൂ എങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി കൂടി വരും. അപ്പൊ അടുത്തത് ചെയ്യും. ഒരു സെക്കൻഡ് ഗിയറിലിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ അറിയൂ, അത് നന്നായിട്ട് ചെയ്യുക. അപ്പൊ മൂന്നാമത്തത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് ആയിട്ട് വന്നോളും. ഇത്രയും ഈ 5 സീക്രട്ടുകളാണ് കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള 5 വഴികൾ. ഞാൻ ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അഥവാ നമ്മിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, ഇല്ലതിനെ കൂടുതലാക്കുന്ന ഒരു 5 ടിപ്സുകൾ. അതിൽ ഒന്നാമത്തത് ഓൾവേസ് ബി എ ഫ്രണ്ട് സീറ്റർ എന്നതാണ്. നമ്മൾ എവിടെ പോയാലും ഫ്രണ്ട് സീറ്റിലിരിക്കുക. നമ്മൾ പൊതുവേ ഒരു ഫംഗ്ഷന് പോയാൽ, ഒരു ക്ലാസ്സിന് പോയാൽ പരമാവധി ലാസ്റ്റ് ഇരിക്കാനായിരിക്കും തോന്നുക.
ചോദിച്ചാൽ പറയും നമുക്ക് ബാക്കിലിരുന്ന് ക്ലാസ് ശ്രദ്ധിക്കേണ്ട, നമുക്ക് ബാക്കിലിരുന്ന് കളിക്ക എന്നൊക്കെ. പക്ഷേ തന്റെ മനസ്സിലുള്ള ഒരു തോന്നലുണ്ട്, നമ്മൾ ആരും മുന്നിലിരിക്കാനായിട്ടില്ല എന്നുള്ളതായ ഒരു തോന്നല്. അതുള്ളത് കൊണ്ട് തന്നെയാണ് അവരാരും മുൻസീറ്റിൽ ഇരിക്കാത്തത്. നമുക്കൊക്കെ ഒരു പേടിയാണ് മുൻസീറ്റിലിരുന്ന് നമ്മൾ അതിന് മാത്രം ആയിട്ടില്ല എന്നൊരു തോന്നല്. അങ്ങനെയല്ല വേണ്ടത്. ഏതിലും മറ്റേ വെള്ളിമുങ്ങയിൽ പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷയിൽ കയറാത്തത് ഫ്രണ്ട് സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആയിരിക്കണം എന്നാണ്. ഓൾവേസ് ബി എ ഫ്രണ്ട് സീറ്റർ. അതിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെയാണ്. രണ്ടാമത്തേത്, ഗ്രൂം യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. ഇറ്റ് ഇസ് മീൻ സൗന്ദര്യം എന്നതല്ല, നല്ല സൗന്ദര്യം ഉണ്ടാവണം എന്നതല്ല. നമ്മൾ ഈ സെയിൽസ്മാനെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരൊക്കെ എന്നും ടൈയും കെട്ടി നല്ല അയൺ ചെയ്ത് നല്ല രീതിയിൽ എന്നും താടിയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് തോന്നാറുണ്ട്. അതേപോലെ ആയിരിക്കണം നമ്മളും അത് ചെയ്യണം. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടും, ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അഥവാ നമ്മുടെ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും കീറൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തതാണ് ഫിസിക്കൽ എക്സസൈസ് എന്നത്. ഫിസിക്കൽ എക്സസൈസ് നമ്മൾ നന്നായിട്ട് ചെയ്യണം. അത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മൂന്നാമത്തെ കാരണമാണ്. നാലാമത്തേത് പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ് എന്നതാണ്. പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി സംസാരിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൽ മുന്നിൽ വന്ന് സംസാരിക്കുക എന്നതല്ല. ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരോട് അഥവാ സ്ട്രേഞ്ചേഴ്സിനോട് അവരോട് ഇങ്ങനെ പരിചയപ്പെടുക. അവരിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. അറിയാത്തവരിൽ നിന്നും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതും എല്ലാം പബ്ലിക് സ്പീക്കിംഗ് ആണ്. അപ്പം നമ്മൾ എന്താക്കുക, സ്ട്രേഞ്ചേഴ്സിനോട് പരമാവധി സംസാരിക്കുക എന്നത്. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് കൂടും. ലാസ്റ്റ് അഞ്ചാമത്തേത് വാൾക്ക് ഫാസ്റ്റ്. സ്പീഡിൽ നടക്കുക. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോ, തോറ്റവർക്ക് നടക്കുന്നത് തല താഴ്ത്തിക്കൊണ്ട് സ്ലോ മൂവർ ആയിരിക്കും എന്നും. അഥവാ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നില്ലേ, എല്ലാം ഒന്ന് ഉയർത്തി സെറ്റ് ആക്കിയിട്ടൊക്കെ. അതേപോലെ ആയിരിക്കണം നമ്മുടെ നടത്തവും സ്പീഡായിരിക്കണം. ലൂസേഴ്സ് ആർ സ്ലോ മൂവർ എന്നാണ്. തോറ്റവരായിരിക്കും. നമ്മൾ ഇന്ന് സ്പീഡിൽ നടക്കണം. നമ്മളെ കണ്ടാൽ ഒരു അർജൻസി ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യണം. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അപ്പോ ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ മുമ്പ് പറഞ്ഞ 5 സീക്രട്ടുകൾ ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കോൺഫിഡൻസിനെ കുറിച്ച് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ സാറേ? യാ, താങ്ക് യു സുലൈമാൻ സാർ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കുറഞ്ഞ സമയമായിരുന്നെങ്കിലും ഒരുപാട് കോൺഫിഡൻസിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളെ വളരെ ലളിതവും സരളവുമായിട്ടൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. സോ ഇനി പാർട്ടിസിപ്പൻസിന് ഇതുവരെ പറഞ്ഞതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. അതിനുള്ള അവസരമാണ്. സോ എല്ലാവരും ഒന്ന് മൈക്ക് എടുത്ത് ഒന്ന് പറയാ, ഫീഡ്ബാക്ക് പറയാ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സോ ഒന്ന് എല്ലാവരും ഒന്ന് പറയാം. ഒരു കമന്റ് വന്നിട്ടുണ്ട്, മുഹമ്മദ് അലി കെ സുലൈമാൻ സാർ ഇഷ്ടം. ഓക്കെ, ഒരു ഇഷ്ടം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പറയൂ എല്ലാവരും. പോസിറ്റീവ് നെഗറ്റീവ് പറയാട്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിന് റെഡിയാക്കാലോ. അതെ അതെ, തീർച്ചയായിട്ടും. മുബാറക് സർ. പറഞ്ഞു സാറേ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാൻ നെക്സ്റ്റ് ഒരു ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്, ഒരു പേടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് തന്നെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ലെവൽ കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിന് ഒരു മൈക്ക് എടുത്ത്. അടിപൊളിയായിട്ടുണ്ട്. പറയാനായിട്ട് വേറെ എന്താ പറയാ, പോസിറ്റീവ്സ് തന്നെയാണ് കൂടുതൽ പറയാനുള്ളൂ. നെഗറ്റീവായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നല്ല ഒരു ഇത്, കാരണം അതിന്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ള ഇതൊന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നോട്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ മറന്നു.
പക്ഷെ ആ, ആ, അതിലൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഞാൻ പൊതുവേ ഒരു പതുക്കെ നടക്കുന്ന ആളാണ്. ആ, അപ്പൊ ആ. ഇനി എന്തായാലും നടത്തത്തിന്റെ സ്പീഡ് ഞാനൊന്ന് കൂട്ടും. എന്തോ ഒരു അർജൻസി ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ഉള്ളിലുണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് നടത്തി കാണിക്കാം. ഇപ്പോഴൊക്കെ മനസ്സിലായി ഷെയ്ഖ് മുഹമ്മദ് ഒക്കെ നടക്കണേ കാണുമ്പോൾ സ്പീഡായിട്ട് നടക്കുന്നതാണ്. അതെനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയി പോയത്. നല്ല നല്ല രസമുണ്ടായിരുന്നു ക്ലാസ്. താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ഒരു ഫീഡ്ബാക്ക് പറയുന്നേ? ഹലോ. യെസ്, ലാലി. ആ സർ, എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു. സാർ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കോൺഫിഡൻസ് ഇല്ലാത്ത കുറച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കാരണം പറഞ്ഞാൽ ഞാൻ ഏത് വേദിയിൽ ചെന്നാലും ഏറ്റവും ബാക്കിൽ പോയിരിക്കും. ഈവൻ ഒരു കുട്ടികളുടെ പേരൻസ് മീറ്റിങ്ങിന് പോയാൽ പോലും ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കും ഈ അടുത്ത കാലം വരെ. പക്ഷെ പിന്നെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ അങ്ങ് മിണ്ടാതെ അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ഫൈസൽ സാറിന്റെ ക്ലാസ്സിൽ കയറിയ പിന്നെ ഞാൻ അത് മാറ്റാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാനാണെങ്കിലും മറ്റല്ല. അപ്പൊ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാന്ന് എനിക്ക് തോന്നി. പിന്നെ ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കൊരു ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് വണ്ടി എടുത്ത സമയത്ത് നമ്മള് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് ഒരു ലിറ്റിൽ ഓടിച്ച് ഇങ്ങ് വന്നപ്പോഴേക്കും എന്റെ കൈയും കാലും വിറച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് പറ്റണ പണിയല്ല എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി മാറി സൈഡിൽ സീറ്റിൽ ഇരുന്ന് വേറെ ആളെ കൊണ്ട് വണ്ടി ഓടിച്ചാണ് അത് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് പോർച്ച് കയറ്റി ഒരു മാസത്തോളം അത് അനക്കാതെ ഞാൻ അത് അവിടെ ഇട്ടിരുന്നു. അതിനുശേഷം ഒരു അത്യാവശ്യം ഒരാൾക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോ, ഒരു തല കറങ്ങി വീണ് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം വന്നപ്പോ എനിക്കത് എടുക്കാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്ന് ഞാൻ എടുക്കുക ചെയ്തത്. അങ്ങനെ ഞാനത് ചെയ്തതിന് ശേഷം പിന്നീട് പതിയെ പതിയെ എനിക്ക് ചെയ്യാമെന്ന് തോന്നി. സുലൈമാൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. കോൺഫിഡൻസ് നമ്മൾ ചെയ്ത് ശീലിക്കണം. അതുപോലെ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം, സ്പീഡിൽ നടക്കണം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പോയിന്റ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് ശ്രമിക്കാലോ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു, ലാലി. ഓക്കെ, സോ ഇനി ആരാണ് സംസാരിക്കുന്നത്? കോൺഫിഡൻസ് കൂട്ടാൻ നമ്മൾ സംസാരിക്കാന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അല്ലേ മൈക്ക് എടുക്കുക, സംസാരിക്കുക. ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ കോൺഫിഡൻസ് നമുക്ക് വരും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടെയും സംസാരിക്കാൻ, നമുക്ക് എവിടെയും നിലനിൽക്കാൻ, ആരുടെ മുഖത്ത് നോക്കാൻ, ഒരു അഭിപ്രായം പറയാൻ ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെ. ഈവൻ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ വോയിസ് ഇടാൻ പോലും നമുക്ക് ആ ഒരു കോൺഫിഡൻസും എല്ലാം നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് കിട്ടും. സോ ആരാണ് എന്റെ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത്? 111 ആളായി. എന്റെ ഗ്രൂപ്പിൽ ഇപ്പൊ 111 ആളായി. അതെ 50 ആളാണ്. അതെ, സുലൈമാൻ സാറ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 100-ൽ കൂടുതൽ അല്ലെ, എത്രയായിരുന്നു സാറ്? 111 ആയി. 111 ആള് ഡെയിലി ഒരു വോയിസ് ഇതിലിടും. അതെ. കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയതാ. ഈ മാസം ഇപ്പം 16 ആയി. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വിചാരിക്കുന്നു നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ നമ്മളെ കേൾക്കാൻ ലോകത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മളുടെ സംസാരത്തെ മെച്ചപ്പെടുത്താൻ കഴിയുക. നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തെ ഒരു കാരണവശാലും നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കില്ല. സോ ആ ഒരു ഇനീഷ്യേറ്റീവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സോ ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ഹലോ സർ. യെസ്, അമേ സർ. കേൾക്കാണ്ടോ? യെസ്, ഓഡിബിൾ ആണ്. സുലൈമാൻ സർ, ഞാനും സുലൈമാൻ സാറും ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ നമ്പർ 9 ബാച്ചിലുള്ളതാണ്. പക്ഷെ ഞാൻ ഈ സെക്ഷനിൽ ലാസ്റ്റിലാണ് ജോയിൻ ചെയ്തത്. ഇപ്പൊ ഇവിടെ ഞാൻ ദുബായിലാണ്. അപ്പൊ മഴയും ഇടിയൊക്കെ ഉള്ള കാരണേ, അപ്പൊ അതുകൊണ്ട് അത് ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, മിസ്സായി പോയി, സോറി. പിന്നെ സുലൈമാൻ സാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു അംഗമാണ്.
ഞാൻ അതിലത്തെ ക്ലിപ്പൊക്കെ കേൾക്കാറുണ്ട്. ബെറ്റർ വേർഷൻ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ആണല്ലോ അല്ലെ? അതെ അതെ. അതെ. യെസ് അപ്പൊ യെസ്. എന്തായാലും സുലൈമാൻ സാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ നല്ല ഷൈനിങ് സ്റ്റാർ ആയിരുന്നു. അപ്പൊ ഈ സെഷനും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ എന്തായാലും ഞാൻ കേറിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോയി. അതുണ്ടായത് 1/2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ സാർ? അതെ ആ അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഉഷാറാവട്ടെ ഇനി. താങ്ക് യു. താങ്ക് യു അമീർ സർ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് കടന്നു വരുന്നത്? അതിന്റെ ഇടയിൽ സാറേ ഒരു 5 പോയിന്റ് ആര് പറയുമെന്ന് ചോദിച്ചിരുന്നല്ലോ ഒന്നുകൂടി കമന്റ് ബോക്സിലെ. ആ യെസ് യെസ്. ഞാൻ ഒന്നുകൂടി പറയണോ? പറയാം സാർ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ജസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ലാസ്റ്റ് ഒരു വൈൻഡപ്പോട് കൂടി നമുക്കത് ആ ഒരു 5 പോയിന്റ്സ് പറയാം. ഇനി എന്തെങ്കിലും ഫീഡ്ബാക്ക് ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഓക്കെ. നമ്മുടെ കുറെ കുടുംബക്കാരും ചങ്ങായിമാരും ഉണ്ട് ഇതില്. മുനവ്വീർ എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്റെ ഫ്രണ്ട് അവന്. ഓക്കെ, എന്തായാലും വളരെ ഇല്ല. മനോഹരമായിട്ട് പറഞ്ഞോ. ആരാണ്? ഡെയിലി മുനവ്വീർ ഹലോ കേൾക്കുന്നില്ല കേട്ടോ. മുനവ്വീർ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ബട്ട് ഓഡിയബിൾ അല്ല. നെറ്റ് ഇഷ്യൂ ഉണ്ടാകാം. ഞാൻ ഡെയിലി ക്ലാസ് ഒക്കെ ഉണ്ട് സുലൈമാൻ സാറേ. ഡെയിലി ക്ലാസ്. സുലൈമാൻ സാർ ക്ലാസ് കേൾക്കാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നല്ല സുലൈമാൻ സാർ. അടിപൊളി ക്ലാസ്സാ. താങ്ക് യു. ഓക്കെ, ഗുഡ്. അപ്പോ നമ്മുടെ സുലൈമാൻ സാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. സാറിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെ? ആദ്യം മുതലേ വളരെ കൂളായി വളരെ ചിരിച്ച് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരിക്കലും മുഷിപ്പില്ലാതെ നമുക്ക് ഓഡിയൻസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എബിലിറ്റി സുലൈമാൻ സാറിനുണ്ട്. ടൈമിംഗ് കുറച്ചുകൂടി ആകാമായിരുന്നു. 7:30 ആയപ്പോഴേക്കും വൈൻഡപ്പ് ചെയ്തു. നമുക്ക് ഏകദേശം 8 o'clock വരെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 7:45 വരെയൊക്കെ നമുക്ക് പോകാം. പിന്നെ ഒരു 10 minutes ഫീഡ്ബാക്ക് ആൻഡ് വൈൻഡപ്പ് ചെയ്ത് ലാസ്റ്റ്. അപ്പോൾ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ കയ്യിലൊരു പിന്നെ ഇത് ഉണ്ടാകണം. അതായത് നമുക്ക് എപ്പോഴും ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ആ ടൈമിങ്ങിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റണം എന്നുള്ളതാണ് അല്ലെ? ഞാൻ എപ്പോഴും പറഞ്ഞു 1 hour സെഷന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് പറയും 1/2 hour ഉള്ളൂ എന്ന് പറയും. ചില സ്ഥലത്ത് നമ്മൾ 1/2 hour വിളിച്ചു കഴിഞ്ഞാൽ അവര് പറയും 1 hour സംസാരിക്കണം എന്ന് പറയും. സോ എപ്പോഴും ഫ്ലെക്സിബിലിറ്റി ആയിരിക്കണം നമുക്ക് ആ സാധനത്തെ വലിച്ചു നീട്ടി ഇലാസ്റ്റിക് പോലെ 1/2 hour സാധനത്തെ ഒരു മണിക്കൂറിലേക്കും 1 മണിക്കൂറിന്റെ സാധനത്തെ 1/2 മണിക്കൂറിലേക്കും പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സോ ആ ടൈമിംഗ് ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിരുന്നു. എൻഗേജ് ചെയ്യിപ്പിക്കാൻ കൂടി നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അതായത് ഓഡിയൻസിന് എന്തെങ്കിലുമൊക്കെ ക്ലാസിന്റെ ഇടയിൽ ടൈപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനോ ഒക്കെ ഉള്ള ഒരു ശ്രമം കൂടി ഉണ്ടായാൽ ഏറ്റവും നന്നായിരിക്കും. സോ ഇതാണ് ഞാൻ നോട്ട് ചെയ്തത്. സോ ഇവിടെ ഓവറോൾ പറഞ്ഞ കാര്യങ്ങൾ ഫീഡ്ബാക്കുകൾ പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ നല്ല കമന്റ്സുകൾ വന്നിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ആ 5 പോയിന്റ്സും കൂടിയിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് സുലൈമാൻ സാർ സംസാരിക്കും. ഇത് ലാസ്റ്റ് പറഞ്ഞ ബൂസ്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് അല്ലല്ല, സ്റ്റാർട്ടിങ്ങിലുള്ള സീക്രട്ടുകളല്ല പറഞ്ഞേ? അതെ, 5 പോയിന്റ്സ് ഒന്നുകൂടി പറയുമോ സാർ എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പറയാം. ഒന്നാമത്തേത് ചേഞ്ച് യുവർ ഫിസിയോളജി, ശരീരഭാഷ മാറ്റുക എന്നുള്ളതാണ്. അതിൽ സിറ്റിങ്, സ്റ്റാൻഡ്, സ്മൈല് അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് സെലിബ്രേറ്റ് സ്മോൾ വിൻ, നിങ്ങളുടെ ചെറിയ ചെറിയ സക്സസുകളൊക്കെ നമ്മൾ ആഘോഷിക്കുക എന്നതാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ ആയതിനു ശേഷം ആഘോഷിക്കുക എന്നുള്ളതല്ല, അതിന് ചെറിയൊരു എക്സാമിന് എൻട്രൻസ് എക്സാം ജയിച്ചാൽ തന്നെ നമ്മൾ അത് ആഘോഷിക്കണം എന്നതായിരിക്കണം. ചെറിയ സക്സസുകളൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുക. മൂന്നാമത്തേത് ഡെപ്പോസിറ്റ് പോസിറ്റീവ് തോട്ട് ഇൻ യുവർ മൈൻഡ് ബാങ്ക്. നമുക്ക് ഒരു കാര്യത്തെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. ഒരുപാട് നമുക്ക് പക്ഷേ നമ്മുടെ മൈൻഡ് ബാങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അതിനെ പോസിറ്റീവായിട്ട് നന്നായിട്ട് മാറ്റുക ഒരു കാര്യത്തെ കുറിച്ച്. നാലാമത്തേത് ടേക്ക് ആക്ഷൻ വിത്ത് കോൺഫിഡൻസ്.
അഥവാ നിങ്ങൾ കയ്യിലുള്ള 5%നെ ഏറ്റവും നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്യുക എന്നതാണ്. അത് എന്തായാലും ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി എടുക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നത്. അപ്പം ബാക്കിയുള്ളത് കൂടിക്കോളും. 5-മത്തേത് കോൺഫിഡൻസ് കംസ് ഫ്രം കോമ്പിറ്റൻസ് എന്നതാണ്. നമുക്ക് ഏത് കാര്യത്തിലാണോ ഏറ്റവും കൂടുതൽ കഴിവ് അതിലായിരിക്കും നമുക്ക് ഏറ്റവും കോൺഫിഡൻസും. അഥവാ നമുക്കുള്ള കഴിവുകളൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല, അതൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഉണ്ടായ ഒരു കഴിവായിരുന്നു. നമുക്ക് സ്വിമ്മിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് മേക്കിംഗ് ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തപ്പോഴാണ് റെഡി ആയത്. അതിലൊക്കെ കോൺഫിഡൻസ് വന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നതായിരുന്നു. ഓക്കെ, 5 പോയിന്റ് ആയില്ലേ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് ഞാൻ അധികം അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ മദ്രസകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട്. ഓക്കെ, ഇനി ബൂസ്റ്റ് ചെയ്യുന്ന 5 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതും കൂടി ഞാൻ പറയാം. ബൂസ്റ്റ് ചെയ്യുന്ന 5 കാര്യങ്ങൾ: 1, ഓൾവേസ് ബി എ ഫ്രണ്ട് സീറ്റർ. എപ്പോഴും ഫ്രണ്ടിൽ ഇരിക്കാൻ നോക്കുക, ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്ത് ക്ലാസ്സുകളായിക്കോട്ടെ അതിനൊക്കെ. 2-മത്തേത് ഗ്രൂം യുവർ സെൽഫ്. നന്നായിട്ട് വൃത്തിയായിട്ട് നടക്കുക, ഡ്രസ്സൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാം. നമ്മൾ ഇന്ന് ഡ്രസ്സ് ചെയ്യുന്ന ഇതില് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ കീറിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ പറയും നീ ചെറുതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ മറ്റു കുട്ടികളുടെ അടുക്കൽ പോയിട്ട് ആരെങ്കിലും നിന്റെ ഡ്രസ്സ് കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അവന്റെ കോൺഫിഡൻസിനെ നമ്മൾ തല്ലിച്ചതക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഡ്രസ്സ് ധരിച്ചു കൊടുക്കുക. മറ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല, അവന്റെ മനസ്സിന് തൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ ധരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 3-മത്തേത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോഴും ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യണം എന്നതാണ്. അത് ഞാനും കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പം കുറെയൊക്കെ നല്ല എനർജിയാണ്. 4-മത്തേത് പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ് അഥവാ ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് എന്നതാണ്. മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് കോൺഫിഡൻസ് കൂടും. 5-മത്തേത് വാക്ക് ഫാസ്റ്റ്, സ്പീഡിൽ നടക്കുക, ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുക. ഈ 5 കാര്യങ്ങളാണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത്. മറ്റേ 5 കാര്യങ്ങൾ സീക്രട്ടുകളായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ള ഒരു വിഷയത്തിലായിരിക്കും നമ്മുടെ ട്രെയിനർ സ്റ്റോക്ക് ഉണ്ടാവുക. പ്രജുല മാം ആണ് നാളെ സംസാരിക്കുന്നത്. സോ നാളെ 7 PM വീണ്ടും നമ്മൾ ട്രെയിനർ സ്റ്റോക്ക് ആയിട്ട് വരും. സോ ഓരോ ദിവസവും 7 മണിക്കാണ് നമ്മുടെ ട്രെയിനർ സ്റ്റോക്ക് ഉണ്ടാകുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ. താങ്ക് യു.